എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമന്റെ അധ്യക്ഷതയിൽ ചേർന്ന 56ാമത് GST കൗൺസിൽ യോഗം നികുതി ഘടനയിൽ വരുത്തിയ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. രാജ്യത്തിന്റെ സാമ്പത്തിക നയത്തിൽ ഒരു പുതിയ അധ്യായം കുറിക്കുകയാണ്. 4 സ്ലാബുകളിലായിട്ട് നിലവിലുണ്ടായിരുന്ന നികുതി സമ്പ്രദായം 5%, 18% എന്നിങ്ങനെ 2 സ്ലാബുകളിലായിട്ട് ലളിതമാക്കുവാനുള്ള തീരുമാനം രാജ്യത്തെ സാധാരണ ജനങ്ങൾക്ക് വലിയ ആശ്വാസം നൽകുന്ന ഒന്ന് തന്നെയാണ്. 12%, 28% സ്ലാബുകൾ പൂർണ്ണമായും ഒഴിവാക്കുകയും ഈ വിഭാഗത്തിൽ ഉൾപ്പെട്ടിരുന്ന ഉൽപ്പന്നങ്ങളെയും സേവനങ്ങളെയും പുതിയ സ്ലാബുകളിലേക്ക് മാറ്റുകയോ പൂർണ്ണമായും നികുതിയിൽ നിന്ന് ഒഴിവാക്കുകയോ ചെയ്തിരിക്കുകയാണ്. ഈ മാറ്റങ്ങൾ 2025 സെപ്റ്റംബർ 22 മുതൽ പ്രാബല്യത്തിൽ വരുന്നതാണ്. ഈ നികുതി പരിഷ്കരണം ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് സാധാരണക്കാർക്കായിട്ടുള്ള ഉപഭോക്താക്കൾക്കാണ്. മരുന്നുകൾ, ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ, ബാൻഡേജുകൾ, ഗ്ലൂക്കോമീറ്റർ തുടങ്ങിയ അവശ്യ ആരോഗ്യ ഉൽപ്പന്നങ്ങൾ 5% സ്ലാബിലേക്ക് മാറ്റിയത് ചികിത്സാ ചെലവുകൾ ഗണ്യമായി കുറയ്ക്കുവാനായിട്ട് സഹായിക്കുന്നതാണ്. കൂടാതെ വ്യക്തിഗത ആരോഗ്യ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയത്തിന് ബാധകമായിരുന്ന 18% നികുതി പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിരിക്കുന്നത് ഇൻഷുറൻസ് എടുക്കുവാനായിട്ട് കൂടുതൽ ആളുകൾക്ക് പ്രചോദനമാകുന്നതാണ്. ഇത് രാജ്യത്തെ ആരോഗ്യ സുരക്ഷാ സംവിധാനത്തിന് വലിയൊരു മുതൽക്കൂട്ടാണ്. ടെലിവിഷൻ, ചെറിയ കാറുകൾ, 350cc താഴെയുള്ള ബൈക്കുകൾ, AC, ഓട്ടോറിക്ഷ, വാഷിംഗ് മെഷീൻ തുടങ്ങിയവയുടെ നികുതി കുറഞ്ഞതോടുകൂടി ഇവയുടെ വിലയും കുറവുണ്ടായിരിക്കുന്നതാണ്. ഇത് ഈ ഉൽപ്പന്നങ്ങൾക്ക് സാധാരണക്കാർക്ക് കൂടുതൽ താങ്ങാവുന്നതാക്കി മാറ്റുകയും ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ 7500 രൂപയിൽ താഴെ മുറി വാടകയുള്ള ഹോട്ടലുകൾക്ക് 12% നികുതി എന്നത് 5% കുറച്ചത് ടൂറിസം മേഖലയ്ക്ക് വലിയ ഉണർവ് നൽകുന്നതാണ്. ഇത് രാജ്യത്തെ ടൂറിസം വ്യവസായത്തിന് കൂടുതൽ സാധ്യതകൾ തുറന്നു കൊടുക്കുന്നതാണ്. ഈ പരിഷ്കരണങ്ങൾ സാധാരണക്കാർക്ക് ഗുണകരമാകുമെങ്കിലും വരുമാനം കുറയുമെന്നതിനാൽ തന്നെ കേരളം ഉൾപ്പെടെയുള്ള ചില സംസ്ഥാനങ്ങൾ ഇതിനെ ആശങ്കയോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. GST നടപ്പിലാക്കിയ ശേഷം വരുന്ന ഏറ്റവും വലിയ പരിഷ്കരണങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആഴ്ചകൾക്ക് മുമ്പ് ചെങ്കോട്ടയിലെ സ്വാതന്ത്ര്യദിന ആഘോഷത്തിൽ ആ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിനെക്കുറിച്ച് സൂചന നൽകിയിരുന്നു. ഇത് ജനങ്ങൾക്ക് ദീപാവലി സമ്മാനമായും കേരളീയർക്ക് ഓണ സമ്മാനവുമായിട്ട് വിലയിരുത്താവുന്നതാണ്. നികുതി ഘടന ലളിതമാക്കിയും ആവശ്യ വസ്തുക്കളുടെ വില കുറച്ചും പൊതുജനങ്ങൾക്ക് സാമ്പത്തിക ആശ്വാസം നൽകിയ ഈ ഒരു നടപടി അഭിനന്ദനം അർഹിക്കുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ ഈ ഒരു വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.